ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ മക്കളെ പ്രത്യേകമാവിധം അനുഗ്രഹിക്കുന്ന അനുഗ്രഹത്തിന്റെ ശുശ്രൂഷ 63 ദിനം ഈ രാത്രിയിൽ മക്കളെ അനുഗ്രഹിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 14-ാം വചനം. എലീഷയുടെ വാക്കനുസരിച്ച് നാമാൻ ജോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങുകയും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പഠന മേഖലയിൽ, ജോലി മേഖലയിൽ അവർക്ക് ആരോഗ്യപരമായ പല ബുദ്ധിമുട്ടുകളുണ്ട്. അലർജി രോഗങ്ങളുണ്ട്, ത്വക്ക് രോഗങ്ങളുണ്ട്. അങ്ങനെ വലയുന്ന മക്കളെ പ്രത്യേകമായ വിധം ഇന്ന് സമർപ്പിക്കാം. ശുശ്രൂഷകളിലൂടെ, ഉദാസകളിലൂടെ അനുഗ്രഹം പ്രാപിച്ച് സൗഖ്യം നേടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പ്രിയ മക്കളായി നമ്മുടെ മക്കൾ മാറട്ടെ. 2 രാജാക്കന്മാർ 5:14. എലീഷയുടെ വാക്കനുസരിച്ച് നാമാൻ ജോർദാനിൽ ഇറങ്ങി 7 പ്രാവശ്യം മുങ്ങി, അവൻ സുഖം പ്രാപിച്ചു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലും കൂദാശകളുടെയും ദൈവിക ശുശ്രൂഷകളുടെയും ഫലമായി രോഗസൗഖ്യങ്ങൾ നേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദനകൾ ഉണ്ടാകുമ്പോൾ, ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അങ്ങിൽ ആശ്രയിക്കുവാനും ഫലവത്താകുന്ന കൃപകളിലൂടെ വിശുദ്ധ ജലത്തിൻ്റെയും മറ്റ് വസ്തുക്കളുടെ ഉപയോഗങ്ങൾ വഴിയും അവർ വിശദീകരിക്കപ്പെടുകയും എല്ലാവിധ അലർജി രോഗങ്ങളിൽ നിന്നും വിമുക്തമാകുകയും ചെയ്യട്ടെ. ആമീൻ. യേശുവിൻ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ. അങ്ങയിൽ നിന്ന് അകലുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ. സർവോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ. ഓ ഈശോനാഥ, ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങയോടുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ. താവേ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു. കാനുവാനായ ഈശോയെ, ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനുള്ള കൃപ അവിടുന്ന് നൽകണമേ. അങ്ങനെ മക്കളെല്ലാവരും അങ്ങയെ എപ്പോഴും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ. ആമീൻ.